ഇടകലർന്ന് സാംസ്കാരികവും സാഹിത്യവും സർഗാത്മകതയും ഒക്കെ വിരിയുന്ന ഇടങ്ങളായി ജനാധിപത്യം മാറുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുക. ലോകത്തൊരിടത്തും ഇത്തരത്തിൽ ഈ നിയമനിർമ്മാണശാലകൾ സാംസ്കാരിക ഇടങ്ങളായി തീർന്നിട്ടില്ല. ഒരുപക്ഷെ കേരളത്തെ തന്നെ ഉഴുതുമറിച്ച ഒട്ടേറെ നിയമനിർമ്മാണം നടന്ന ഒരു വേദിയിൽ അത്തരമൊരു ചരിത്രം പിറക്കുകയാണ് ഈ നിയമസഭയുടെ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലൂടെ. സാഹിത്യവും നിയമവും തമ്മിൽ, വാർത്തയും തമ്മിലുള്ള ബന്ധം ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളത് പോലെ സാഹിത്യകാരന്മാർ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്, നാളത്തെ കാലത്തിൻ്റെ നിയമനിർമ്മാതാക്കളാണ്. അതേപോലെ ഇന്നത്തെ നിയമനിർമ്മാതാക്കളാകട്ടെ നാളത്തെ നല്ല ലോകത്തിന് വേണ്ടിയുള്ള മികച്ച എഴുത്തുകാരുമാണ്. അതുകൊണ്ടാണല്ലോ കാലത്തെ അതിജീവിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭയുടെ മാതൃകാപരമായ ഈ സാംസ്കാരിക പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ റിപ്പോർട്ടർ TV അഗൈതവമായ നന്ദിയും സ്നേഹവും കടപ്പാടും സ്പീക്കറിനോടും ഒപ്പം തന്നെ നിയമസഭയോടും അറിയിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത്തരമൊരു പ്രവൃത്തി ഇനിയും തുടരാൻ എല്ലാവിധ പിന്തുണയും റിപ്പോർട്ടർ ഹൃദയം കൊണ്ട് തന്നെ നിയമസഭയ്ക്ക് നൽകുകയും ചെയ്യും.